ഗൈസ്, വെൽക്കം ടു എപ്പിസോഡ് നമ്പർ 4. അപ്പോൾ ഇന്നത്തെ അംഗം തുടങ്ങിയാണ്. ഞാനും കണ്ടു നിന്റെ പക്ഷെ മൈക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്നാൽ മൈക്ക് കട്ടിയട്ടെ, ഒരു സെക്കൻഡ്. മൈക്ക് കട്ടിയത് ഓക്കെ, ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ ഗെയിം സൗണ്ട് അല്ലേ ഉള്ളൂ. നീ എവിടെയാണെന്ന് ചോദിച്ചാൽ നീ എവിടെയാണെന്നറിയാമോ? നീ കുറച്ച് ഓടി വരേണ്ട വരും. ഞാൻ ഡൗൺ ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഫോസ്ഫേറ്റ് പ്ലാന്റില്ല. നീ അവിടെ ആയത് റിക്കവറി ഒക്കെയാടാ. റിക്കവറി ഞെക്കിക്ക് 6 ഞെക്കി പിടിച്ചേ. എങ്ങോട്ടാ ചെല്ലുന്നു നോക്കട്ടെ. അവിടെ തന്നെയാണോ വരുന്നത്? ഓ അതല്ലേ റിക്കവറി ബേസ്. നിക്ക് ഹാർബർ ബേസിലേക്കല്ലേ ഇപ്പോൾ വരണ്ടേ? ഞാനവിടെ ഹാർബർ ബേസ്. ഓക്കെ, ഇപ്പം സമാധാനമായി. ഓക്കെ, നീ ഇവിടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. യെസ്. ഇപ്പം നോക്കി ഒരു സെക്കൻഡേ, ആ സാധനം മരുന്ന് പോക്കോട്ടെ. എനിക്ക് ഈ സ്മൂത്ത്നെസ് ആയിരുന്നു. ഇപ്പോൾ സ്മൂത്ത് ആയല്ലോ. നല്ല സ്മൂത്തായി. നീ എവിടെ? നമുക്ക് പുതിയൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുതിയ വണ്ടിയോ? ഏത് വണ്ടി? നീ എവിടെ? നീ ഇവിടെ കിടപ്പുണ്ട്. ഒരു ലോറി. There is a lorry here. ഒബ്ജക്റ്റീവ് തന്നെയായിരുന്നു. നീ ആ ലോറി ഒന്ന് നോക്കാവോ? ലോറി കണ്ടി കിടപ്പുണ്ട്. Objective: send additional support to the transit point. Yes, we have sent you additional support. They have arranged. ഗ്യാൻട്രി ക്രെയിൻ ഉണ്ട്, ട്രക്കുണ്ട്. ക്ലിയർ ദ ഏരിയ. ഓക്കെ, അതായത് അപ്പോൾ ഈ സാധനം ക്ലിയർ ചെയ്യണം. ഗ്യാൻട്രി ക്രെയിൻ യൂസ് ചെയ്യാം കേട്ടോ. മനസ്സിലായി? മറ്റേ ഗ്യാൻട്രി ക്രെയിൻ എന്ന് പറയണം നിൽക്കുന്നത് അല്ലേ? സെൻഡ് അഡീഷണൽ സപ്പോർട്ട് ടു ട്രാൻസിറ്റ് പോയിന്റ്. അപ്പം ഞാൻ ഗ്യാൻട്രി കയറിയ ക്രെയിനെ കയറിയ ക്ലിയർ ദ ഏരിയ ഓഫ് ഒബ്ജക്ട്സ്. ക്രെയിൻ റെയിൽ മൂവ്മെൻറ്റ് ഈസ് അങ്ങോട്ട്. നീ ക്രെയിനെ കയറിയല്ലേ? ഞാൻ ക്രെയിനെ കയറി. ഓക്കെ, റൈസ് ആൻഡ് ലോവർ ഹുക്ക്. ഇവിടെ ഇത് കിടക്കുന്നതല്ലേ? കാണുവാനായിട്ട് സാധിക്കും. ഹുക്ക് റോപ്പലിൻ്റെ TG. ഇതെങ്ങോട്ടാ? ഇത് ഇത്ര പോകുള്ളൂ. ആ ലോറിയിൽ വെച്ച് മാറ്റി വെക്കണം. ലോറിയലായിരിക്കത്തില്ല, ഇങ്ങോട്ട് കയറ്റാൻ. മറ്റേ കണ്ടെയ്നറിൻ്റെ മേളിലോട്ട് വെച്ചാൽ മതിയായിരിക്കും. റൊട്ടേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? റോഡ് റൊട്ടേഷൻ ഈ എങ്ങോട്ടാണ് വെക്കേണ്ടത്? ക്രെയിൻ റെയിൽ മൂവ്മെൻറ്റ്സ് ഇങ്ങോട്ട് വെക്കാമോ? റൊട്ടേഷൻ ഡീറ്റെയിൽസിലൂടെ ഒന്ന് അല്ല, ഇയും എഫോ എന്നതാ? ഇയും ക്യൂ ആയിരുന്നു. ക്യൂ ആക്കുന്ന എങ്ങനെയായിരുന്നു? ഏതാ? ഡിറ്റാച്ചിലോട് 6. മാറ്റി വെക്കാം. ആ സൈഡിൽ പോയി തട്ടിയാൽ മതി, അന്നേരം നേരെ ആയിക്കോളും. ഇവിടം വരെ വരുള്ളൂ. എപ്പോഴും മറന്നു ഇത്. നീ ആ ക്രെയിൻ കുറച്ചും കൂടെ നീട്ടിക്ക്. ഇപ്പുറത്തോട്ട്. അവിടെ അല്ലേ ഇരിക്കുന്നത്. അങ്ങ് വെച്ചേക്കാം അല്ലേ? അവിടെ കിടക്കാം. എൻ്റെ OCD കുറച്ച് ബാധിക്കും, എന്നാലും സാരമില്ല. ഏതാ? എൻ്റെ OCD കുറച്ച് ബാധിക്കും, എന്നാലും സാരമില്ല.
ഒരുത്തിനെ പറക്കി ഇപ്പുറത്തോട്ടും വെക്കാം, ഒരുത്തിനെ പറക്കി അപ്പുറത്തോട്ടും വെക്കാം. അപ്പുറത്ത് എൻ്റെ ജീപ്പ് കിടപ്പുണ്ട്, അത് മാത്രം എടുത്തു ഓക്കെ. ആ അവിടെ കിടപ്പുണ്ടല്ലേ, അത് ക്ലിപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? പറ്റുമായിരിക്കും, നമുക്ക് നോക്കാവേ. നോക്കാം. ഇത് കഴിയുമ്പോൾ റോപ്പ് ലെങ്ത് TG. ഈ റൊട്ടേഷൻ തട്ടിയിട്ടുണ്ട്. സാരമില്ല, തിരിച്ച് കറങ്ങി വന്നിട്ടോ. അവിടെ കിടക്കും. പിന്നെ അപ്പുറത്ത് കിടക്കുന്ന സാധനം എല്ലാം കൂടെ അത് എടുത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങോട്ടൊക്കെ പോയാൽ മതിയല്ലോ. പറ്റുന്നുണ്ടെങ്കിൽ മറ്റേ ആ ഇട്ടലേക്ക് എടുത്തിട്ടു ഷിപ്പയിലോട്ട് അവിടം വരെ നീളത്തും തോന്നി എത്തും. ഇല്ല, എത്തുകയില്ല. എത്തുകയില്ല. ഷിപ്പ് വരെ എത്തുകയില്ല. അതിൻ്റെ മണ്ടയിലേക്ക് വെച്ചു. അവിടെ ഓ സെറ്റ്. ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയില്ല. വേറെ എന്തോ ഒരു സാധനം ഇവിടെ ഉണ്ട്. നീ എൻ്റെ പുറയില്ല, ഒന്ന് നോക്കിയടാ. ആ അത് കുറച്ച് ദൂരെയാണ്. അതിൻ്റെ ആ ജീപ്പിൻ്റെ അവിടെ ആ സൈഡ് ആ സാധനം നിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത്. ഇതോ? ആ കണ്ടെയ്നറിൻ്റെ അടുത്ത് മാറ്റണം. ഇത് മാറ്റണം? ആ മാറ്റണം. ആ ഈ മാപ്പിൻ്റെ അടുത്ത് കണ്ടോ? അല്ല ഇവിടെ അല്ലേ കാണിച്ചിരിക്കുന്നത്? അതല്ലടാ, അതിന് അവിടെ വരെ എത്തുകയല്ലോ. ഉറപ്പാണോ? നോക്കാം. അതല്ല, അല്ല അത് തന്നെ ഇതൊന്നും കാണിച്ചിട്ടില്ല. അതിൽ ആരോഗ്യം ഒന്നും കാണിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല. അല്ല, ആ ഒരു പാത്ത് മൊത്തത്തിൽ മാറ്റി കൊടുക്കണം എന്നുള്ള രീതിക്കല്ലേ പറഞ്ഞേക്കുന്നത്? അല്ല 3 ആരോഗ്യയെ കാണിച്ചിട്ടുള്ളായിരുന്നു, ആ 3 എണ്ണത്തിന്. ഇത് കണ്ടോ അടുത്തത് ഇവിടെ 259 മീറ്റർ ഇത് കാണിച്ചിട്ടുണ്ട്, സൈൻ കാണിച്ചിട്ടുണ്ട്. നീ അങ്ങോട്ടൊന്ന് പോകാം. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ലോറി എടുത്ത് കൊണ്ടുപോകുന്നതാണോ? നീ അങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് അതിൻ്റെ പുറകെ സ്റ്റോറേജ് സ്റ്റീൽ ബീംസും ബാക്കിയുള്ള കാര്യങ്ങളും. അപ്പോൾ പിന്നെ ഇതെന്നതാണ് നിൽക്കി എടാ 173 നോക്കട്ടെ. അങ്ങ് കണ്ടോ? നിൻ്റെ ലെഫ്റ്റിലോട്ടൊന്ന് പ്ലാൻ ചെയ്തേ. അവിടെ ചെല്ലണം അല്ലേ? അവിടെ ചെല്ലണം. ബാ ലോറി വല്ലതും എടുത്തുകൊണ്ട് വരണം. ചെന്ന് നോക്കിയിട്ട് നോക്കാം. റിക്കവറി അടിച്ചാൽ മതിയല്ലോ. റിക്കവറി അടിക്കുമ്പോൾ ഇങ്ങോട്ടല്ലേ വരുള്ളൂ. ചലോ മാൻ, ഏതാ വഴിയിൽ എവിടെ ഇരിക്കുന്നത്? ഓ ഞാൻ ട്രെയിനിൽ കയറി ചെറുതായിട്ട് ഞാൻ സ്റ്റക്കാണ്. ഇത് കൊള്ളാലോ. എടാ ഇതിൻ്റെ റെയിലാന്ന് എനിക്ക് കയറാൻ പറ്റുന്നില്ല. ആ റെയിലേന്ന് എനിക്കും കയറാൻ പറ്റുന്നില്ല. ചെറിയൊരു അബദ്ധം പറ്റിയോ? നീ സ്റ്റക്കാണോ? ആ നമ്മൾ ഇതിലേ കയറിയെന്ന വല്ലതും പറഞ്ഞു. അല്ല നീ സ്റ്റക്കല്ലല്ലോ. ഞാൻ സ്റ്റക്കൊന്നുമില്ല. എന്നെ ഒന്ന് പഠിച്ചു കേട്ടോ. നീ ഫ്രണ്ട് ഇട്ടേ. ആ ഈ സൈഡിലോട്ടെങ്കിലും ഒതുക്കാൻ പറ്റുമോ? ആ ഒതുക്കി. ഇനിയും പൊറോട്ട വന്നോളാം, കുഴപ്പമില്ല. നേരെ പൊറോട്ട ഇല്ലല്ല, കുഴപ്പമില്ല. ഇനി നേരെ പൊറോട്ട വന്നോളാം. നമ്മൾ കയറി വന്ന വഴി ഞാൻ ഓർക്കുന്നുമില്ല. ഇല്ല ഇത് മൊത്തം കവർ ചെയ്ത് അപ്പുറത്തൂടെ കറങ്ങണം. ഇതിലെ ഗേറ്റ് ഇല്ല. ഇതിലെ ഗേറ്റ് ഇല്ല. അതിൻ്റെ ഗേറ്റ് ഇല്ല. ഇങ്ങ് പോലെ പുറകെ ഓ എന്താ എനിക്ക് ഇങ്ങനെ
ഇതുപോലത്തെ ഒരു സെറ്റ് കിട്ടുന്നില്ല. ഒരല്ലേ ഒരല്ലേ ആ ഞാൻ വന്നു. എന്ന് ഡീറ്റെയിൽ അല്ലേ ഈ വണ്ടിക്ക് അവിടെ നിന്നില്ല റൈറ്റേ റൈറ്റ് വഴിയുണ്ടെങ്കിൽ വഴിയുണ്ട് അല്ലല്ല പൊറോട്ട ഇവിടെ റൈറ്റ് അല്ല ഇതിലേം പോകാം. ആണോ എന്നാൽ നീ അതിലെ ഇറങ്ങി പോരാ ഞാൻ ഇതിലാണ് റിവേഴ്സ് എടുത്തു പിടിച്ചോ എന്ത് പറ്റിയില്ല അവിടെ ഞാൻ വഴി കൂടെ ഇറങ്ങി പോരാറുണ്ട്. അങ്ങനെ 4 പേരുണ്ടായിരുന്നു ഒരുത്തനെ ഇവിടെ നിർത്തിയിട്ട് ക്രെയിൻ വെച്ച് ഇവിടെയുള്ള നെറ്റിൽ മൊത്തം അവിടെ കൊണ്ട് റിസോഴ്സിൽ കൊണ്ട് പക്ഷേ ഇന്നത്തെ ആൾ വേണം. വെള്ളമുണ്ട് ഭയങ്കര മതിയല്ലേ? ഞാനിങ്ങനെ ആലോചിക്കാം ഒരു എന്താ സ്മൂത്താണ്. ആക്സിലേറ്റർ ഒന്ന് കാലെടുത്തേക്ക് ഇരിക്കാൻ മതി. അല്ല അങ്ങനെ തിരിച്ചാലും ഓടി കുറവാണ്. അല്ല അപ്പോൾ അടിയുണ്ട് ഇത് ട്രൈ ചെയ്തു യെസ് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ എന്തോ കുർത്തക്കേടിയാണ്. ടൈഗ 6455B സ്പോർട്സ് ആൻഡ് വൈഡ് ബെഡ് പവർഫുൾ എൻജിൻ യുവർ ബസ് ബെറ്റ് സാൻഡ് അറൗണ്ടോ ടിപ്പറാണല്ലോടാ. ഒരു ടിപ്പർ വന്നിട്ടുണ്ടേ എവിടെ വണ്ടി എവിടെയാണ് പോലും കിടക്കുന്നത്? ഇത് എവിടെ റൈറ്റ് സൈഡിൽ നിയർ ബൈ ഡംപ് ട്രക്ക് വിൽ ഡു ദ ഫിക്സ് ടു ആൻഡ് റിപ്പയർ ദ ഡാമേജ് സെക്ഷൻ. മഴയാണോ? ആ എവിടെ പുറത്തോ? ആ പുറത്തും മഴ അകത്തും മഴ. പൂർത്തി ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ആ ഓക്കെ ഫ്രണ്ടിൽ ക്രെയിൻ അവിടെ ക്രെയിനും ലോറിയും കിടപ്പുണ്ട്. മുന്നോട്ട് തന്നെ കൂടെ. അല്ല എന്നാ ഇതന്നെ എങ്ങോട്ടോ ഇത് റൂട്ട് പ്ലോട്ട് ചെയ്യാനുണ്ട് ഇവിടെ. എന്നാ ഇവിടെ മണ്ണ് കൊണ്ടേട്ടണം തോന്നുന്നു മിക്കവാറും. ഇവിടെ എന്നാലല്ലേ ലോറി പോകുള്ളൂ. ഹാർബറിലേക്കല്ല വരണ്ടേ? ഇത് സാൻക്വാറി. യെസ് മണ്ണ് കൊണ്ടേട്ടണം. നീ ആ ലോറിയിലോട്ടൊന്ന് കയറി. വണ്ടി ഇവിടെ കിടന്നാൽ മതി. വെച്ചാൽ കാട്ടിലോട്ട് കയറിയില്ല അല്ലേ? ഞാൻ ആ ലോറിയിലൊന്ന് കയറി നോക്കട്ടെ എന്നാ സംഭവം. ഞാൻ ഇച്ചിരി മേളിൽ കാട്ടി കയറ്റിയിട്ടേക്കാം. ആ ഞാൻ ഇച്ചിരി കാട്ടിലോട്ട് കയറി അവിടെ കിടക്കാം. allow you to feel വേറൊരു കാര്യമുണ്ട്. ഇവിടെ തന്നെ ബുൾഡോസറും കിടപ്പുണ്ട്. അല്ല ബുൾഡോസറിൻ്റെ ആവശ്യമില്ല എനിക്ക് തോന്നുന്നത്. ബുൾഡോസ് വിട്ടൽ ഓൾറെഡി ഉണ്ട്. ആ നീ കയറി വന്നത് അതിനകത്ത് ഓൾറെഡി മണ്ണ് കിടപ്പുണ്ട്. നീ എവിടെ വയ്ക്കും? ഞാൻ അവിടെ പോയി ഇതന്നെ സംഭവം. ആ സംഭവം നോക്കിയിട്ട് വേറെ ഡിപ്പർ ഉണ്ടോ അത്ര? വേറെ ടിപ്പർ കിടപ്പില്ല. ഒറ്റ എഴുതുന്ന പോലെ സാധനം പോകുന്നു. പക്ഷേ വണ്ടി വേണമെങ്കിൽ കിട്ടും. ബേസിൽ ചെന്നാൽ ടിപ്പർ കിട്ടുമോ? ആ എനിക്ക് മുമ്പ് ടിപ്പർ കാണിച്ചാണോ? അവിടെയാണോ? തടിയെ കൂടെയാണോ വണ്ടിയിട്ടുള്ളത്? ഇത് ഇവിടെയാണ് പോയി. ടിപ്പർ വന്ന് ബുൾഡോസർ വേണം. അപ്പോൾ ഇത് ലെവലിയാണ്. അതല്ലേ ഞാനും ചോദിച്ചത്. നീ ഒരു കാര്യം ചെയ്യാമോ? ഞാൻ അവിടെ കിടക്കുന്ന ആ ബുൾഡോസർ അത് കിട്ടും. എവിടെ
ബുൾഡോസറെ കയറിയിട്ട് റിക്കവറി അടിച്ച് ഹാർബർ കൊടുക്കണം. മനസ്സിലായോ? ഇവിടെയല്ലടാ, നമ്മുടെ അപ്പുറത്തെ സ്റ്റോറേജിലും പോട്ടെ, യാർഡിൽ ബുൾഡോസർ കിടപ്പുണ്ടല്ലോ. നീ ടിപ്പറയിലോട്ട് കയറി, ഞാൻ ബുൾഡോസർ പോകാം. അല്ലല്ല, റിക്കവറി ഏരിയ, റിക്കവറി അല്ല, മറ്റേ റിക്കവറി അത് ഹാർബറിൻ്റെ ബുൾഡോസർ അവിടെ കിടക്കുന്നതെന്നുള്ള നോക്കണ്ടേ? അത് വേണ്ടേ? പക്ഷെ ബുൾഡോസർ കാണിക്കുന്നില്ലല്ലോ. ബുൾഡോസർ പോയോ? വെഹിക്കിൾസിൻ്റെ അത് നോക്കി. ഇല്ലടാ, ബുൾഡോസർ ഇല്ല. പറ്റിച്ച്. ബുൾഡോസർ ഇല്ലാതെ കാര്യമുണ്ട്. ആ ലോറി കിടത്തുന്നു അവിടെ. ലോറി ഫോസ്ഫേറ്റ് പ്ലാന്റ് വന്നു. ഞാനിവിടെ കപ്പട്ടെ ബുൾഡോസർ എവിടെയെങ്കിലും കിടപ്പുള്ളൂ. ഇല്ലല്ലേ? ഇല്ലല്ല, മാപ്പിൽ അവിടത്തും കാണിച്ചിട്ടില്ല, വണ്ടി കാണിച്ചിട്ടില്ല. ബുൾഡോസറും കാണിക്കുന്നില്ല, ക്രെയിനും കാണിക്കുന്നില്ലല്ലോ. കാർഗോ ട്രക്ക്, ഡം ട്രക്ക്. ഒരു വണ്ടിയും കൂടെ കിട്ടാൻ സാധ്യതയുണ്ടോ? അത് അറിയാം. ഞാൻ ഇവിടെ കാർഗോ ട്രക്കല്ലേ നിങ്ങൾക്ക് യൂസ് ചെയ്യും? അതെ. ഉണ്ടോ ഇൻ്റർവ്യൂക്ക് കൊടുത്ത്? അല്ലല്ല, റെസ്റ്റ് അതല്ലോ. മറ്റേത് ഒന്നുകൂടെ ഇല്ല, രണ്ടെണ്ണം ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. അല്ല, അത് കാർഗോ അല്ല, ത്യാഗ. അത് ഇപ്പോൾ നീ ഇപ്പോൾ കയറിയേക്കുന്നത്. ഇപ്പം ഞാൻ കയറിയിരിക്കുന്നു. ലോറികളൊന്നും കയറി വരാൻ നോക്കട്ടെ. ഇപ്പം എങ്ങോട്ടാ വരേണ്ടത്? ഇല്ല, ഇത് സാധനം ഫില്ല് ചെയ്യുന്നില്ലല്ലോ. അത് ഇത് എവിടെ സാൻഡ് ഫില്ല് ചെയ്യുന്നില്ല. എവിടെ പറഞ്ഞ ഇപ്പുറത്തോ? ഇപ്പോൾ കൺഫ്യൂഷൻ ആവുന്നത്. മൾട്ടിപ്ലെയർ വരുമ്പോൾ ഒരു കൂടെ വരണ്ടല്ലോ, രണ്ടുപേരും മാറി വരുന്നത്. നീ അവിടെ എവിടെയായിരുന്നു വണ്ടിയിട്ട്? ഈ സാധനം എങ്ങനെ ഫില്ല് ചെയ്യുന്നത് നോക്കിയിട്ട് എനിക്കൊന്നും അറിയില്ല. സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇല്ല. ഓ ജി റീഫിൽ സാൻഡ് കിട്ടി ഇവിടെ കണ്ടോ. ഓ, ഇവിടെ വന്നിട്ട് റീഫിൽ അടിച്ചാൽ മതി. ഞാൻ ഈ വണ്ടിയെ ചാടുവാണേ. ഓക്കെ, നീ അത്തലോട്ട് കയറി. റിവേഴ്സോ? വട്ടം കറങ്ങി പോരെ.
എന്നാലും ബുൾഡോസർ ഇല്ലാതെ എങ്ങനെയാടാ ഇത് ശരിയാവും? ബുൾഡോസർ ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഞാൻ മേളിലുണ്ട്. കൂട്ടാന്നാ പോരട്ടെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് റിവേഴ്സ് ഇടാവും. 1-1-1-1 ഒന്നുകൂടെ 1. ആ എടേ ഇത് നിരത്തണ്ടടാ, എൻ്റെ ചോദ്യം അതാണ്. ഓ ചുമ്മാ ജി ചെക്കിയാൽ മതി, അവിടം വരെ വരേണ്ട ആവശ്യമില്ലല്ലേ? അതൊരു മാതിരി അതേതായാലും നന്നായി. Your doser to platter is sample. Doser is stored in your garage. ഗരാജിലാണ് ഞാൻ നോക്കിക്കോളാം. ഡോസർ എന്ന് പറഞ്ഞാൽ ഫുൾ ഡോസറാണ്. നല്ല സാധനം. അത് നിൻ്റെ വണ്ടി. അതിനകത്ത് ടാവ് ചെക്കിക്ക് വെഹിക്കിൾ സെറ്റ് ഇതിൻ്റെ അകത്തൊന്നുമില്ല. ആ കിട്ടി. ഡിപ്ലോയ്. വന്നിട്ടയാ. ഇല്ല റിക്കവറി അടിക്കണ്ട, ഞാൻ എവിടെയാ ഞാൻ വന്നു. നീ മണ്ണിട്ടോ, ചറ മണ്ണിട്ടോ. നീ അവിടെ ജീപ്പ് കറക്റ്റ് എൻ്റെ ജീപ്പല്ല, നിൻ്റെ ജീപ്പാ. കുഴപ്പമില്ല, എൻ്റെ ജീപ്പ്. എൻ്റെ ജീപ്പ് അവിടെ കിടപ്പുണ്ടല്ലോ. ഒന്ന് സെക്കൻഡ് കുഴപ്പമില്ല, ഞാൻ മാറ്റിക്കളാം. കാട്ടി കിടപ്പണ്ടേ കേട്ടോ. കാട്ടിലോട്ട് കയറ്റിയിട്ടുണ്ട് വണ്ടി. കാട്ടി കയറ്റിയിട്ടുണ്ട്. ആവശ്യമില്ല, 2 ലക്ഷം ഡിപ്രോഡ്. ഓ ഈ സാധനം ഇനി അവിടെ ഓടി എത്തുക അവാർഡ് കൂടെ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വരുന്ന വഴിക്ക് അവിടെ ചെല്ലുന്നുണ്ടോ? അപ്പോൾ ഇല്ലില്ല, വെള്ളം ഫ്രണ്ടിലേ ഉള്ളൂ. നീ അവിടെ മൊത്തം മണ്ണിട്ട് നശിപ്പിച്ചോ. കണ്ടെയ്നറെ ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പൊന്നി നേരെ പാമ്പ് മൂന്നല്ലേ. വരുന്നുള്ളൂ. കുഴപ്പമില്ല. ടാക്ടിക്കൽ മൂവ് വെച്ചുള്ള ഒരു പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ സ്ക്രീനോട് റെക്കോർഡ് ചെയ്ത് വരുന്നത് അത് ഇതിൻ്റെ ഇടയ്ക്ക് കട്ട് കയറ്റിയാൽ മതി. അല്ല ഈ ബോറ് പരിപാടി ഈ സാമാനം ഓടിച്ചോണ്ട് വരിക എന്നുള്ളതാണ്. ഇടം കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് മണ്ണിടാനുണ്ടേ. ഞാനിവിടെ നിങ്ങൾ ഇട്ടിട്ട് വരാം. കണ്ടോ? അത് കണ്ടു. അവിടെ പോണേ വേറെ ഏരിയ അവിടെ നിർത്തി. എന്നതാ
അല്ല ഞാൻ മണ്ണിട്ടോണ്ട് ഞാൻ ഓടി ഓടി ആ ഓക്കെ അങ്ങനെ വഴി മാറി തന്നെ വെക്കുന്നു. വഴി മാറി തണ്ട് വരും. വഴി മാറി മുണ്ടൊക്കെ ശേഖര അതിൻ്റെ ഫ്ലാറ്റ് ചെയ്യണ്ട ഞാൻ. അതിൻ്റെ ഫ്ലാറ്റനാകുന്നുണ്ടോ? ആ ഫ്ലാറ്റിനാണ്. മൂന്ന് പോലെ വന്ന മണി കിട്ടിയല്ലേ എല്ലാവർക്കും. എങ്ങനെ വേണ്ടേ അതെ ഭാഗം ഫ്ലാറ്റായില്ല. അതോ ആ വഴി മൊത്തം ഫ്ലാറ്റിനാണോ? വഴി മൊത്തം ഫ്ലാറ്റിനാക്കേണ്ട വരും. അല്ലേ കഴിഞ്ഞ കയ്യിൽ ഒരു റൗണ്ട് കൂടെ പോവുകയാണെങ്കിൽ ഇന്ന് പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലും കൂടെ ഇട്ടേക്കാവും മണ്ണ്. ഏത് സൈഡാ? ഈ ലെഫ്റ്റ് സൈഡിൽ ഇത് ആ കാണുന്നത് അവിടെ ഇട്ടേക്കാം. അതിൻ്റെ പേര് പോട്ടം. അറിയാമല്ലോ പൊട്ടന്മാരാണ് മറ്റേ വണ്ടിയൊക്കെ നടക്കുന്നത്. അതിൻ്റെ പേര് വേറെ പ്രശ്നം ഉണ്ടാക്കും. വീൽപ്പാട് നോക്കി ഞാൻ ആ വീൽപ്പാടെ കൂടെ കൊണ്ടുവരാൻ പറ്റും. ആ അതന്നെ ഞാൻ മേളിൽ നിന്നാണേ. നീ കാണത്തില്ല, നീ ഫ്രണ്ടിലെങ്ങാനും ഉണ്ടെങ്കിൽ. ഞാൻ ഫ്രണ്ടിലുണ്ട്. ആ വണ്ടി കുറഞ്ഞു. നമ്മുടെ ഹൈവേ അത്ര വണ്ടി ചെരിഞ്ഞപ്പോഴേ കുറച്ച് മണ്ണിലാണ്. പോയോ? അതെ എന്നെ ഒന്ന് വണ്ടി കയറിയിട്ടില്ലേ? ഇല്ല, അത് ഇച്ചിരി പവറുള്ള സാധനം. അതെനിക്ക് തോന്നുന്നു പോലീസിന് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അവിടെ നിന്നും ഞാൻ അറിയിച്ചില്ല കേട്ടോ. നല്ല പിന്നെ എൻ്റെ ഞാനുണ്ടേ. അന്ന് പറയുന്നത് കണ്ടോ? കണ്ടു. എന്നെ ചിത്രം ആക്കിയാൽ മതിയോ? ഇനി ആൾക്കാരുടെ സ്ഥലം കയ്യാറുണ്ടോ? ഞങ്ങൾ വീട്ടിൽ ഒന്ന് ക്ലോസ് ഇട്ട് ഇതുപോലെ സെറ്റല്ലേ? അത് മതിയായിരിക്കും. നമുക്ക് ഇനി അപ്പുറത്തോട്ട് ഉള്ള വഴി ശരിയാക്കണം. ഇത് ശരിക്കും എങ്ങോട്ടേക്കുള്ള വഴിയായിട്ടൊന്നും ഇത് അപ്പുറത്തൊരു പ്ലാന്റ് ഉണ്ട് അങ്ങോട്ടല്ല. ആ പ്ലാനിക്ക് അങ്ങേയറ്റം നമ്മൾ നേരെ അവിടെ ഒരു പ്ലാന്റ് കണ്ടോ? ആ JCB കിടക്കുന്നത് അവിടെ വരെയാണോ ശരിയാക്കണ്ടേ? അവിടെ വരെ അല്ല, ഒരു കുഴിയും കൂടെ ഇല്ല നിൻ്റെ ഫ്രണ്ടിൽ. ഹാർബർ ബേസിലേക്ക് ഓക്കെ ഓക്കെ. അവിടെ മൊത്തം മണ്ണിടണം. അവിടെ ഫുള്ള് മണ്ണ്. എന്നാൽ ഇട്ടിട്ട് വെക്കോ. ഞാനിവിടെ NH ഉണ്ടാക്കുന്ന തിരക്കില്ല. ഒറിജിനലായിട്ട് ഈ സാധനം ഒന്നും ഓടിക്കാൻ കിട്ടത്തില്ല. ഗിരി കണ്ടോടാ, ലെവല് കണ്ടോടാ. നിന്റെ വൃത്തിയാണോ? മറ്റേ റേഡിയസ് നിന്റെ പുറകെ ഞാനുണ്ട്. ഇടിക്കല്ലേ ഇടിച്ചു. ഇവിടെ വരെ വന്നാലേ എനിക്ക് ഇത് റീഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. സാൻഡോറയുടെ അടുത്ത് വരണം അല്ലേ? നീ കുറച്ച് ഓമണ്ട വരും.
ഇടിക്കുന്നു ഇല്ല. സൈഡ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇച്ചിരി വീതി കൂട്ടിയേക്കാം. ഇപ്പോൾ ഏതായാലും പൊളിഞ്ഞ് വണ്ണാൻ തുടങ്ങിയതാണ്. ഇച്ചിരി വീതി എടുക്കേണ്ട സ്ഥലത്ത് വീതി എടുത്തേക്കാം. അതിൻ്റെ പേര് വേറെ പ്രശ്നമുണ്ടാകും. സ്റ്റേറ്റ് ഹൈവേന്ന് NH ഹൈവേയിലോട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം. നീ ഇവിടെ നിന്ന് ലെവൽ ചെയ്യുവാണെങ്കിൽ ഞാൻ പുറകോട്ട് ഓടി ഇച്ചിരി സ്പീഡിൽ ചോടൊന്ന് കയറ്റി വെക്കാം. ഇരുട്ടായോ? പെട്ടെന്ന് നീക്കിയത് മഞ്ഞ് മൂടി. മഴ തുടങ്ങി. ആ സൈഡിൽ കൂടെ സൈഡ് മൊത്തം ഞാൻ ബുൾഡോസർ എടുത്തിട്ട് വരണോ? ഒരു ബുൾഡോസറെ കിട്ടുള്ളൂ എനിക്ക്. ഇപ്പം എനിക്ക് ഇങ്ങോട്ട് കാണിച്ചോ എന്ത് ഡോസർക്ക് പറഞ്ഞില്ല കാരണം യൂസ് ചെയ്യാൻ ഡോസർക്ക് ഫ്ലാറ്റിൻ്റെ സാധനം അതിൽ ഞാൻ ചെയ്തോട്ടില്ല. അവിടെ ലെവൽ ചെയ്തു. ഒരു കാര്യം നോക്കിക്കോട്ടെ. ഒരു സെക്കൻഡ് റെക്കോർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ പറയാനാണ്. ഇത് ഇത്രയും ലെവൽ ചെയ്താൽ പോരെ? വേണ്ട, പക്ക ലെവലാ. വണ്യ ലെവല്. വലിയ വയ്യ. നീ കുറച്ച് നേരം ഡീപ്പർ ഓടിക്കും. അല്ല സാൻഡ് ഫില്ല് ചെയ്യണേ ഇവിടെ അവിടം വരെ വരണോ സാൻഡ് ഫില്ല് ചെയ്യാനായിട്ട്? വൃത്തിയായിട്ടോ പോലെ കുറച്ച് നേരം ബുൾഡോസർ ഓടിക്കണം. ആ സാധനമാണെങ്കിൽ നീങ്ങത്തും ഇല്ലല്ലേ? മാറിയോ? ഇല്ലല്ലോ. ഇല്ല. ജീപ്പിലോട്ട് പോയി കയറുവാണെങ്കിൽ ഞാൻ ജീപ്പിലോട്ട് കയറാം. ഒരു സെക്കൻഡ്. നമ്മൾ ചെയ്ത വഴിയൊക്കെ അടിപൊളിയാട്ടാ. വഴി അടിപൊളി. അതാണ് പറഞ്ഞു. സെറ്റ് വഴിയാണ്. ഞാൻ ജീപ്പേ കയറിയോ? ഞാൻ ബുൾഡോസർ കയറി. ഓക്കെ. ടിപ്പറ കയറിയോ? ടിപ്പറ കയറി. ടിപ്പർ പുറകെ വരെ വരണമല്ലേ പങ്കെടുക്കണം? റിവേഴ്സ് എടുക്കുമ്പോഴും നല്ലത്. ഫ്രണ്ടിലോട്ട് കാണുകയും ചെയ്യാം. എടാ ഇവിടെ ഒരു പൂനയുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് ഒരു പൂനയുണ്ട്. അവിടെ ഈ പൂന അവിടെ ഒരു പൂനയുണ്ടോ? അവിടെ ഒരു പൂന. ചെറിയ പൂനെ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ സാൻഡ് മൊത്തം അവിടെ ഇട്ടു. സാൻഡ് മൊത്തം അവിടെ ഇട്ടു. അത് സാരമില്ല, ഞാൻ ട്യൂഷൻ പോകണം. മൊത്തം താന്നാൽ മാത്രമേ പിന്നെ മണ്ണ് ഉപയോഗിക്കില്ലാവുള്ളൂ.
ഇതിപ്പോൾ ഓട്ടോമാറ്റിക് അല്ല മറ്റേ ഗ്രേഡ് എന്ന് ആ പറയുന്നത്. ഈ സൈഡിലിടാവേ. ചെറുതായിട്ടൊന്ന് കുട്ടി അത്രയും സാറേ സ്വാഭാവികം. വണ്ടി ഓ ഈ കണ്ണ വെച്ച് പിടിക്കണല്ലേ. സൈഡിൽ ഇട്ടിട്ടുണ്ടേ. ഇവിടെ ഭയങ്കര ചെറിയ കുഞ്ഞു പോലെ. ലിഫ് ഓഫായി പോകുന്നുണ്ട് അതിൻ്റെ കാര്യം. ജോണേ ആ ഞാൻ ആ സൈഡ് ചേർത്ത് അങ്ങോട്ടോ. ഇത് പറയാൻ ഉദ്ദേശിച്ചത് അതല്ലേ അല്ലേ? സൈഡിലിടാവേ. ഇപ്പം ഞാൻ നിൽക്കുന്ന സൈഡിൽ നിൻ്റെ റൈറ്റ് സൈഡിൽ ഹാൻഡ് ബ്രേക്ക് വലിക്കുന്ന പോലെയാണ്. ഇട്ട വഴിയൊന്നും ഇതുവരെ കുഴപ്പമില്ലല്ലോ. ഇല്ല. മണല്ലാത്ത നീ അവിടെ അവിടെ ഉണ്ടാ ഇവിടെ ഞാൻ ഇട്ടു. ഇവിടെ ഫുൾ ലോഡ് ഇട്ടു. ഒന്നിച്ച് 5 നമുക്ക് അപ്പുറത്തോടെ പോകാൻ വേറെ വഴിയില്ല. ഞാനിവിടെ ഞാൻ സ്ക്രീൻ മാറ്റി വെച്ചിരിക്കുക. എനിക്ക് ഒറ്റ വ്യൂ സൈഡ് നോക്കുന്നില്ല. സെറ്റ് ചെയ്താൽ കുറച്ച് ഇപ്പുറത്തോട്ട് അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വലിച്ചിട്ട് കഴിഞ്ഞ ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. ഏതാ ടിപ്പറാണോ? ഇപ്പുറം പൊളിച്ചാണ്. ഇല്ല ഒരിടത്ത് സ്റ്റക്കായില്ല. പറയുന്നുണ്ടായി ഇവിടെ ഇടണം. നീ ഇവിടെ ഇരുന്ന് അല്ല അത് നീ വഴിയിലോട്ട് തന്നെ ഇട്ടിട്ട് പോകും. ഈ സൈഡിലേക്ക് ഇടണ്ട. ഇനി ഇടണമെന്നില്ല. ഇവിടെ തീർന്ന അല്ല കുഴപ്പമില്ല. ഒരു പെട്ടിയും കൂടെ ഉണ്ട്. അവിടെ ഇട്ടു. വഴിയുടെ നടുക്കോട്ടങ്ങ് കിട്ടും. എന്ന് വെച്ചാൽ പൊക്കി പിടിച്ചോണ്ട് ഓടിയാണ്. ഇടുന്നില്ല, വലിക്കുന്നില്ല. ലോഡല്ലേ കാണാവുന്ന രീതിയിലാക്കട്ടെ.
കഴിയുമ്പോൾ സാറ് സാധനം പൊക്കി വെക്കണം. ഓക്കെ അല്ലേ? റെഡിയായില്ലേ? പോസ്റ്റ് മാനേജ്മെൻറ്റ് എൻ്റെ പ്ലാനിലോട്ട് വെച്ചേക്കട്ടെ, മാപ്പ് ചെയ്തേക്കട്ടെ. ഒറ്റ മിനിറ്റ് ഓക്കെ. ഞാൻ എൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇനി നമ്മൾ പാലം പണിയണം അല്ലേ? ഇത് കഴിഞ്ഞ് പാലം പണിയേണ്ട വരും തോന്നുന്നുണ്ട്. നിന്റെ നേരെ ആ ടിപ്പറിൻ്റെ ടിപ്പർ നിർത്തിയിരിക്കുന്നവരല്ലേ, അങ്ങോട്ട് അടുത്ത മാപ്പുള്ളതാണ്. ഓക്കെ, വഴി വലിയ സീനില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒബ്ജക്റ്റീവ് ഞാനിത് അങ്ങ് ഓടിച്ചോണ്ടൊക്കെ പോയി നോക്കാവേ, വഴി എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഓ അവിടെ 2 കല്ല് പുല്ല്. സ്റ്റാർട്ട് പ്ലോട്ടിങ്. ഓ എടാ, നീ ഒരു കാര്യം ചെയ്യാവടാ. നീ ആ ഗാൻട്രി കുറച്ച് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ മാറ്റി വെക്കാവോ? ഏതാ ഗാൻട്രി? ക്രെയിനില്ലേ, ഗാൻട്രി ക്രെയിനില്ലേ ഹാർബറിൻ്റെ അവിടുത്തെ? അപ്പം മാറ്റി വെക്കണം. കുറച്ച് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ഒന്ന് മാറ്റി വെക്കാവോ? ഫ്രണ്ടിലോട്ട് കയറ്റി വെച്ചാൽ മതി. ഓക്കെ, അപ്പം മാറ്റാവേ. ഞാൻ ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് പോന്നോട്ടെ. ലെവലിക്കൊണ്ടിരിക്കണോ? ഫുള്ള് മണ്ണിടണോ വേണ്ടോ എന്നുള്ള ഇപ്പം അറിയാമല്ലോ അല്ലേ? അല്ലേ, ഫുള്ള് മണ്ണിടണോ വേണ്ടോ എന്നുള്ളതേ. ഫുള്ള് മണ്ണിടാൻ വേണ്ടി വരത്തില്ല. എന്നാൽ പിന്നെ ഞാൻ മാറ്റാം. അല്ലേ ഗാൻട്രി ഓക്കെ, വണ്ടി ഇപ്പോൾ തൽക്കാലം അവിടെ കിടക്കട്ടെ. നീ അങ്ങോട്ട് പോകണോ? ഗാൻട്രിയുടെ അങ്ങോട്ട് പോകണോ? ആ എന്നാൽ ഗാൻട്രി മാറ്റി. ഞാൻ ക്രെയിനൊക്കെ മാറ്റി വെച്ചാൽ പോരെ? കുറച്ചൊക്കെ മാറ്റി വെച്ചാൽ മതി. ക്രെയിൻ ട്രെയിൻ മൂവ്മെൻറ്റ്, ട്രോളി മൂവ്മെൻറ്റ്. ട്രോളി ഐസഡ് പോട്ടെ. ഇച്ചൂടെ പോട്ടെ. അങ്ങ് ആ മൂലക്കെങ്ങനെ കൊണ്ടിടാം. അതിൻ്റെ നടുക്കൊരു ഇത് കിടപ്പുണ്ടല്ലോ, അത് മറ്റേ ഷിപ്പേന്നാണോ പോണ്ടേ? അല്ലല്ല, അതാ നമ്മൾ നിൻ്റെ വണ്ടി കിടക്കുന്നോടത്തുനിന്ന് മാർക്കിങ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്രെയിന് മാറ്റി വെക്കണ്ടേ? അല്ല, ഈ ഇതും കൂടെ മാറ്റി വെക്കണ്ടേ? വേണ്ട, അത് മതിയായിരിക്കും. ഇത്രേ ഉള്ളൂ, ഇവിടെ വരെ വരുള്ളൂ. ആ പോകുന്ന വഴിക്ക് വെള്ളമൊന്നും കിടപ്പില്ല വേറെ? ഇല്ലില്ല, ഇത്രയും ഭാഗത്തല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ബുൾഡോസർ കിടക്കുന്ന കണ്ടോ നീ? കണ്ട് എൻ്റെ ടിപ്പർ അവിടെ മേളിൽ കിടപ്പുണ്ട്. നേരെ ആ ടിപ്പർ, അതിലേക്ക് ടിപ്പേഴ്സ്. ഒത്തിരി സൈഡിൽ കൂടെ ആക്കല്ലേ? ഇല്ല, വണ്ടി അങ്ങനെ മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ തലയിലില്ല. അല്ലെ തന്നെ എല്ലാ കാര്യങ്ങളും തലയിലാണല്ലോ അവസാനം. ഇതിപ്പോൾ എങ്ങോട്ടേക്ക് ചെയ്യാനും പോകുന്നു? നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്ന ഇവിടെ ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ അവിടെ വരെ ചെന്നില്ലായിരുന്നല്ലേ? അവിടെ വരെ ചെന്നില്ലായിരുന്നു. ഇവിടെ നോക്കാം, വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഡിസ്പാച്ച് വെഹിക്കിൾസ് വണ്ടി ഒന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഞാനൊരു കാര്യം ചെയ്യാം. ആ ക്രെയിൻ്റെ അതിൻ്റെ അകത്തൂടെ കയറി നടന്നാണോ പോകുന്നത് വണ്ടികളെല്ലാം? അതെ അതെ, അത് വണ്ടിയിൽ അതൊരു പണിയാവുമോ? ഞാൻ ഓക്കെ, ജീപ്പ് എടുക്കണ്ട, നീ ബുൾഡോസറായിട്ട് ഇപ്പം അവിടെ നിൽക്കട്ടെ. വണ്ടി പോകുന്നുണ്ടോ ഇല്ലെന്ന് ഇപ്പം അറിയാമല്ലോ, എന്നിട്ട് നോക്കാം. എന്നാൽ ഞാൻ ആദ്യം നോക്കിക്കോട്ടെ. തിരിച്ചില്ല, എപ്പം വേണേലും ഓടാവുന്ന രീതിയിൽ, എപ്പം വേണേലും ഓടാവുന്ന രീതിയിൽ ഓടാവുന്ന രീതിക്ക് തിരിച്ചിട്ടേക്കാം. ഇല്ല, ആക്ഷൻ മൂവ്മെൻറ്റോ സൂപ്പർ. ആക്ഷൻ മൂവ്മെൻറ്റ്. നീ വണ്ടിയിലാണോ? ഇല്ല, ഞാൻ മണ്ടന്ന് മാപ്പ് നോക്കുക. ഇവർ പോകുന്നോ? 2 വണ്ടികൾ പോകുന്നു, 2 വണ്ടിയേ ഉള്ളൂ. നിൻ്റെ ജീപ്പ് ഞാനെടുത്തേ. നിൻ്റെ ജീപ്പ് ഞാനെടുത്തേ. റേൻ്റെയോ? 2 വണ്ടിയല്ലേ ഉള്ളൂ. അവിടെ ഒരു ലോറി കിടപ്പുണ്ട്. അമ്മയുടെ പുറകെ വരാം. അമ്മ പോയ സ്പീഡാണല്ലോ, സാധാരണ സ്പീഡ് ഇല്ലാത്ത വർക്കും വരാം. അപ്പം എച്ചാൽ കഴിച്ചു 2 കയ്യേ ഉള്ളൂ.
ഇത് വാൻ കൊള്ളാലോ, എൻ്റെ അതേ കളറ്. പള്ളിക്കൊണ്ട് പോകാം. വാൻ കൊള്ളാം, സൂപ്പർ വാൻ, ഇന്ത്യ കറങ്ങാൻ പറ്റിയ വാൻ. പുറകിലായിരിക്കും ഇത്. ഇല്ല ഇല്ല ഇല്ല. മറ്റവനേതാ എൻ്റെ വണ്ടിയുടെ അതേ കളർ, അത് ഇഷ്ടം. ആ കയറി കഴിഞ്ഞപ്പോൾ അവൻ ഓടിക്കും. ഇല്ല ഇവിടെ അവിടം പറ്റിയ, ഞാൻ അവനെ നോക്കാൻ പോയതാണ്. അവന് എൻ്റെ കളറാണ്. എന്തോ സ്ലാബൊക്കെ ആകട്ടോ. വേറെ വണ്ടികളൊന്നും ഇതുവരെ വന്നില്ല. ഇല്ല, 2 വണ്ടിയല്ലേ ഉള്ളൂ. പച്ചയല്ലേ മൊത്തം മാപ്പിൽ. ആ അല്ല, ഇതിനകത്തൊന്നും കാണിക്കില്ല, പറ്റാതൊന്നും കാണിക്കില്ല. പണി കിട്ടുമോ ഇപ്പോൾ? ഇല്ലല്ല, പണി കിട്ടാൻ സാധ്യതയുള്ളത് ഞാൻ. അതെ, എവിടെയും വെഞ്ചിടും. ഞാൻ അവനെ അനുമാനിക്കില്ല. അവനെ മാറ്റാൻ പറ്റുമോ? ഇല്ല, അവനെ വീതി കാണിക്കുന്നില്ല. കറക്റ്റ് ഒത്ത നടുക്കാ കിടക്കുന്നെങ്കിൽ കയറിപ്പോകും. അത്യാവശ്യം ബോധമുള്ളവന്മാരാണ്, മറ്റവന്മാരെ പോലെയല്ല, പണി അറിയാവുന്നവന്മാരാണ്. Good job there. We need a base of operations on the other side of the river. And that means we need a bridge. I don't suppose you built a bridge before. Right? Well, there's a first for everything. Oh, and if you want a steady supply of concrete slabs, I have just the thing. You can send a concrete slab convoy from the warehouse to the harbor base. Not essential, but it should keep our reserves up. Setup ഇപ്പുറത്തെ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. on the other side of the river. അതർ സൈഡ് ഓഫ് ദ റിവറോ? എൻ്റെ ടിപ്പർ കിടക്കുന്നോടത്താ. റിസോഴ്സസ് ടു ദ ബ്രിഡ്ജ് റിക്വയേഴ്സ് 15 മാക്സിമം ആംഗിൾ ഓഫ് ദ ബ്രിഡ്ജ്, 20 മാക്സിമം ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ്. ടിപ്പർ ഓൾറെഡി അവിടെ കിടപ്പുണ്ട് ചേട്ടാ. ഓൾറെഡി ഓൺ ദ ബേസ്. പുതിയ ഏരിയ. നമ്മളിവിടെ ബ്രിഡ്ജ് വെക്കണം. എങ്ങനെയാണ് ബ്രിഡ്ജ് വെക്കുന്നത്? അവിടെ ഒരു സൈഡും ഉണ്ട് കേട്ടോ. ടിപ്പർ നോക്കിയാൽ ഞാനിപ്പോൾ ഏത് വണ്ടിയും കൊണ്ട് വരും. വേറെ വണ്ടികൾ പോകുന്നുണ്ടോ? വേറെ എൻ്റെ ജീപ്പ് എവിടെ കിടക്കുന്നത്? ഇപ്പം ഞാൻ അവർ കയറിയോ? ജീപ്പേ കയറിയേ. ജീപ്പിലൊക്കെ കയറുമ്പോഴേ പാട്ടാണ്. എന്നാ ഡീറ്റെയിൽ നല്ല രസമാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നിന്റെ ജീപ്പ് ആ പരിസരത്ത് അങ്ങനെ കിടപ്പല്ലേ, പോയി കയറിക്കോ. എടാ ജീപ്പേ കയറുന്നതല്ലല്ലോ. ബ്രിഡ്ജസ് ഇവിടെ വേറെ ഒരു സാധനം തുറന്നിട്ടുണ്ട്. വൈഡ് കോൺക്രീറ്റ് ബ്രിഡ്ജ്. അലൈൻമെൻറ്റ് 0. അത് ഓയാണോ? നീട്ടി പറഞ്ഞാതിരിക്കുമല്ലേ, കാറ്റ് കൊള്ളായിരിക്കും. ബ്രിഡ്ജസ് കോൺക്രീറ്റ് ബ്രിഡ്ജ്. ഇതെങ്ങനെ തിരിക്കുന്നു? ഇതിപ്പോൾ എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യും? അതിന് മറ്റേ ക്രെയിൻ കൊണ്ടുവരേണ്ടി വരുമോ? അല്ല, നീ അങ്ങനെ ചെയ്യുക അല്ലേ? അല്ല, ഇതെങ്ങനെ തിരിക്കുന്നതെന്ന് ഞാൻ നോക്കിയത്. കോൺക്രീറ്റ് ബ്രിഡ്ജ്. സെറ്റ്. ഓക്കെ.
കോൺക്രീറ്റ് സ്ലാബ് വേണം. ആ ഓക്കെ. അത് പക്ഷെ നമ്മൾ 7 കോൺക്രീറ്റ് സ്ലാബ് വേണമെന്നുണ്ടെങ്കിൽ 7 കോൺക്രീറ്റ്, നമുക്ക് കോൺക്രീറ്റ് സ്ലാബ് ഒന്നും കിടപ്പില്ല. അതെ, എൻ്റെ ജീപ്പിൻ്റെ ഫ്രണ്ടിലൊരെണ്ണം കിടപ്പുണ്ട്. അതായത് ഈ പരിസരത്ത് തന്നെ കിടപ്പുണ്ടോ? ഈ പരിസരത്ത് കിടപ്പുണ്ട്, പക്ഷെ അത് അപ്പുറം കൊണ്ട് ഇടണം, മനസ്സിലായ? അത് അതിൻ്റെ നടുക്ക് അവിടെ ഒരു മാർക്കിംഗ് ഉണ്ടോ? മാർക്കിങ്ങിലോട്ട് ചെന്നാൽ മതി. മതിയോ? ആ, ബുൾഡോസർ കൊണ്ടുവരാം. അല്ല, ബുൾഡോസർ വേണോ? ബുൾഡോസർ അല്ലേ വേണ്ടേ? വലിച്ചിടുവാണോ? നമ്മുടെ ക്രെയിൻ അവിടെ പോയി. വെഹിക്കിൾസ് ഗ്യാൻട്രി, ഞാനേ ക്രെയിൻ ഡിപ്ലോയ്, ക്രെയിൻ കൊണ്ടുപോകും. ഇവിടെ ഒരു കാര്യം ചെയ്യാമോ? ആ ക്രെയിൻ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ മറ്റേ ഇത് കിടപ്പുണ്ട്, കണ്ടോ? ഏത്? ലോറി. ആ, നീ ആ ലോറിക്ക് നിനക്കല്ലേ ക്രെയിൻ ഉപയോഗിക്കാൻ അറിയാവുന്നത്? ഞാൻ ലോറി കയറാം. ശരി. ഈ ക്രെയിൻ കയറിയോ? ആ, ഞാൻ ലോറി നമ്മളിതുവഴി പോകും. നിൽക്കി ഞാൻ ഫ്രണ്ടിൽ പോകാം. അതിന് കുഴപ്പമില്ല. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ടിൽ പോകാം. വഴിയിൽ നിന്നുള്ള സ്ലാബെല്ലാം കിടക്കാം. പോകും.